ഇന്ന് രാജ്യം മുഴുവനും ഒരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷത്തിൽ, അതിൻ്റെ തിരക്കിലല്ലേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. സ്വാതന്ത്ര്യം എന്ന വാക്ക് തന്നെ എത്ര വിലയേറിയ ഒരു വാക്കാണ്. ഈ വാക്ക് നമ്മുടെ ജീവിതത്തിൽ അനേക പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബൈബിൾ പറയുന്നു, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. യേശു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അതൊരു ശരീരത്തിൻ്റെ സ്വാതന്ത്ര്യം മാത്രമല്ല, മനസ്സിൻ്റെ സ്വാതന്ത്ര്യം മാത്രമല്ല, നമ്മുടെ മുഴുവൻ സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിലൂടെയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒത്തിരി പേർ അതിനുവേണ്ടി വിലമുടക്കി കഠിനാധ്വാനം ചെയ്തു. അതുകൊണ്ട് നമുക്ക് വിലപ്പെട്ട ഒരു സ്വാതന്ത്ര്യം അവർ മുഖാന്തരം ലഭിക്കാനിടയായി. ഇതുപോലെ തന്നെയാണ് കർത്താവിലൂടെ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം. പാപത്തിൻ്റെ പിടിയിൽ നിന്ന് ആർക്കും നമ്മെ വിടുവിക്കാൻ കഴിയാതെ പിശാചിൻ്റെ അടിമ ചങ്ങലയ്ക്കകത്ത് കടന്ന് പിശാചിൻ്റെ ഇഷ്ടം മാത്രം നമ്മിൽ നിറവേറ്റപ്പെട്ട് കിടന്നു. അതായത് അറുക്കുക, മുടിക്കുക, കൊല്ലുക എന്ന പദ്ധതിയുടെ ഉടമയായ പിശാചിൻ്റെ കയ്യിലെ അടിമകളായിരുന്നു നാം. എന്നാൽ യേശു തൻ്റെ രക്തം കൊടുത്ത് ന്യായപ്രമാണത്തിൻ്റെ ആ നിയമത്തിൽ നിന്ന് നമ്മെ വിലക്ക് വാങ്ങി. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ അടിമകളല്ല, നമ്മൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. യേശു പറഞ്ഞ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വാ, എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ, എൻ്റെ നുകം വളരെ മൃദുവാണ്, എൻ്റെ ചുമട് വളരെ ലഘുവാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഭാരമല്ലെന്ന്. ഞാൻ നിങ്ങൾക്കൊരു ചുമട് തരാം, ആ ചുമട് നിങ്ങളുടെ ആനന്ദമാണ്. യേശു തന്ന ചുമടുകൾ പലതാണ്. കർത്താവ് ആദാമിന് കൊടുത്ത ഒരു ജീവിതമുണ്ട്, കുടുംബജീവിതം. ഇന്ന് പലരും പറയുന്നു, അയ്യോ കുടുംബം വലിയ ഭാരമാണ്. ഭാര്യ, മക്കള്, കുടുംബം, വീട് പണി, ഇതൊന്നും ഒരു ഭാരമല്ല. ആ ചുമട് വളരെ മൃദുലമാണ്, വളരെ സിമ്പിളാണ്. കർത്താവ് തന്നതെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാനാണ്. യേശു തന്ന ആ വലിയ ചുമടുകളെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അതിന് സഹായിയായിട്ട് പരിശുദ്ധാത്മാവുണ്ട്. എന്നാൽ പിശാച് തന്നിരിക്കുന്ന ചില ചുമടുകൾ, അതാണ് പാപത്തിൻ്റെ ഭാരം, ശാപം. ഇതിനെ കാൽവരി ക്രൂശിൽ യേശു ഇല്ലായ്മ ചെയ്തു. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ എല്ലാ ഭാരവും, മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടിക്കോളാൻ എബ്രായ ലേഖനം 12 പറയുന്നു. മുന്നോട്ടോടാൻ കഴിയും. എല്ലാ ഭാരവും, എല്ലാ വേദനകളും മറന്നുകൊണ്ട് മുന്നിലോട്ട് ആ ലാക്കിലേക്ക്, ലക്ഷ്യത്തിലേക്ക് ഓടാനുള്ള ഫ്രീഡം നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുന്നോട്ട് കുതിക്കാൻ കഴിയുമെന്ന്. വലിയ ഭാരം ചുമക്കുന്നവർക്ക് വേഗത കുറയും. എന്നാൽ കർത്താവ് തന്ന ആ ഭാരമുണ്ടല്ലോ, അത് നമ്മെ വേഗത കൂട്ടുന്നതാണെന്ന്. നമ്മുടെ അഭിവൃദ്ധിയെ കൂട്ടും, നമ്മുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കും. ക്രിസ്തുവേശുവിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് ദൈവം തൻ്റെ മക്കൾക്ക് തന്നിരിക്കുന്നതാണ് സന്തോഷം. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. അവൻ നമ്മുടെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നവനും സകല പാപങ്ങളും മായ്ച്ചു കളഞ്ഞവനും ആണെന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെയുള്ള ഈ വലിയ സമാധാനം, യേശു ക്രിസ്തുവിലൂടെയുള്ള വലിയ സന്തോഷത്തെ നമുക്ക് കൂടുതൽ അനുഭവിക്കാൻ കർത്താവ് കൃപ തരട്ടെ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ മോശ 36-ാമത്തെ വാക്യത്തിൽ, മോശ മിസ്രൈമിലും ചെങ്കടലിലും 40 വർഷം മരുഭൂമിയിൽ അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു. മിസ്രൈമിൽ അടിമ നുകത്തിൽ കിടക്കുന്ന ജനങ്ങളെ വിടുവിക്കാൻ മോശ അത്ഭുതങ്ങൾ ചെയ്തു. ചെങ്കടൽ വഴി മുട്ടിച്ചപ്പോൾ അവിടെ അത്ഭുതം ചെയ്തു.
മരുഭൂമിയിൽ ഒന്നുമില്ലാത്ത ശൂന്യതയിൽ അത്ഭുതം ചെയ്തു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ജനങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുവാൻ ഒരാളെ ആക്കിയിട്ട് ദൈവം അതിനു വേണ്ടതെല്ലാം കൊടുത്തെന്ന്. ഇതാണ് മോശയുടെയും ഇസ്രായേൽ മക്കളുടെയും പഴയ നിയമത്തിലെ ചരിത്രം. ദൈവം പറഞ്ഞു, ഇന്ന് കാണുന്ന മിസ്രയീമിനെ നിങ്ങൾ ഇനി ഒരു നാളും കാണില്ല. എന്നാൽ അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ വാളും പരിചയമായിട്ട് ഇസ്രായേൽ മക്കളെ ഉപദ്രവിക്കാൻ രാത്രിയിൽ ഇറങ്ങി പുറപ്പെട്ട അവരെ കൊല്ലുമെന്ന് പറഞ്ഞ് ഫറവോനും സൈന്യവും പുറപ്പെട്ടിരിക്കുമ്പോൾ അവർ തൊട്ടരികിലെത്തിയപ്പോൾ കർത്താവ് പറയണം, ഇന്ന് കാണുന്നതിനെ ഇനി നിങ്ങൾ ഒരു നാൾ കാണില്ല. ഇന്ന് ഇത് കേൾക്കുന്ന പലരോടും പറയട്ടെ, ഇന്ന് നിങ്ങൾ ചുമക്കുന്ന ചില ഭാരങ്ങളുണ്ട്, ഇന്ന് നിങ്ങൾ ഭയപ്പെടുന്ന ചിലത്, അത് എന്നേക്കുമായി മാറ്റുവാൻ കഴിവുള്ള ഒരുവൻ നിങ്ങളെ വിളിച്ച കർത്താവാണ്. ഇന്ന് കാണുന്ന ഈ അടിമത്തം, ഇന്ന് കാണുന്ന ബന്ധനം, ഇന്ന് കാണുന്ന ചില പോരാട്ടങ്ങൾ, ഇതൊക്കെ ഒരു നുകമാണ്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാലും വ്യക്തിപരമായി പലരും സ്വതന്ത്രമായിട്ടില്ല. രോഗത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ടില്ല, ശാപബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായിട്ടില്ല. പല കുടുംബങ്ങളും നന്മകൾ കാണുന്നില്ല. ഒന്നിന് പുറകെ ഒന്നൊന്നായി രോഗം, ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് അനർത്ഥങ്ങൾ. അപ്പൻ്റെയും അമ്മയുടെയും വല്യമ്മച്ചിയുടെയൊക്കെ കാലത്തുണ്ടായ രോഗങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്കും വന്നിരിക്കുന്നു. ഇതൊക്കെ രോഗങ്ങൾ പിന്തുടർച്ചയായിട്ട് കിട്ടേണ്ടതല്ല, പിന്തുടർച്ചയായിട്ട് മാതാപിതാക്കളിൽ നിന്നും വല്യപ്പന്മാരിൽ നിന്നും വരേണ്ടത് അനുഗ്രഹങ്ങളാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹം ഇസഹാക്കിൻ്റെ മേൽ വന്നു, ഇസഹാക്കിൻ്റെ അനുഗ്രഹം യാക്കോബിൻ്റെ മേൽ വന്നു, യാക്കോബിൻ്റെ അനുഗ്രഹം ഇതാ ജോസഫിൻ്റെ മേൽ വന്നിട്ട് അവനെ അടിമ വീട്ടിൽ പോത്തിഫറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ അവൻ തൊടുന്നതൊക്കെ അനുഗ്രഹമാകുന്നു. അനുഗ്രഹമാണ് കൈമാറി വന്നത്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഷുഗറും കൊളസ്ട്രോളും അല്ല ഇപ്പോൾ ജോസഫിനെ പിടിച്ചിരിക്കുന്നത്. അതൊരു അടിമ നുകമാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, തലമുറയായിട്ട് ചില ശാപങ്ങൾ കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ, LIC അതുപോലെ ഏതെങ്കിലും ഇൻഷുറൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നതാണ്, അപ്പന് ഷുഗറുണ്ടോ, അമ്മയ്ക്ക് കൊളസ്ട്രോൾ ഉണ്ടോ, പ്രഷറുള്ളവരാരെങ്കിലും ഉണ്ടോ? അവർക്കറിയാം, ഉണ്ടെങ്കിൽ ഇപ്പുറത്തോട്ട് വരും. അവരോട് തിരിച്ച് നമുക്ക് പറയാനൊരു വാക്കുണ്ട്, പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല. എങ്കിലും ഇല്ല, ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കും വന്നതൊന്നും ഞങ്ങൾക്ക് വരില്ല, കാരണം ക്രിസ്തു ഞങ്ങളെ അതിൽ നിന്ന് വിടുവിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ആ വിഷയത്തിൽ സ്വതന്ത്രരാണ്. തലമുറയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലോട്ട് വന്നുകൊണ്ടിരുന്നത് ഞങ്ങൾ യേശുവിനെ സ്വീകരിച്ചതോടുകൂടി ഇല്ലാതെയായി എന്ന് നമുക്ക് പറയാൻ കഴിയണം. അതങ്ങനെ തന്നെയാണ്. വാസ്തവമായും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്നതാണ്. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തിനുണ്ടായ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രം ഒതുങ്ങുന്നതല്ല. വ്യക്തിപരമായി സ്വാതന്ത്ര്യം അനുഭവിക്കണം. വ്യക്തിപരമായി നമുക്ക് സ്വാതന്ത്ര്യം വേണം. രോഗത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. ചില വീട്ടിൽ ദാരിദ്ര്യം മാറുന്നില്ല. അത് അപ്പൻ്റെ കാലത്തും വല്യപ്പൻ്റെ കാലത്തും ഇതായിരുന്നു. എൻ്റെ കാലത്ത് ഞാൻ സമ്മതിക്കില്ല, ഇല്ല, ഞാൻ പുറത്തു വരും. ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. 1 പത്രോസ് 3:9-10. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. നമ്മൾ അനുഗ്രഹം അനുഭവിക്കാനുള്ളവരാണ്. അതുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കരുത്. ദാരിദ്ര്യം ഒരു ബന്ധനമാണ്, അതിനെ പൊളിക്കണം, അതിനെ അംഗീകരിക്കരുത്, അതിൽ നിന്ന് പുറത്തു വരണം. രോഗം ഒരു ബന്ധനമാണ്. എന്നും ചില വീടുകളിൽ വഴക്ക്, അതൊരു പൈശാചിക ബന്ധനമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കുകൾ, അതൊരു ബന്ധനമാണ്. മോശ മിസ്രൈമിലും ചെങ്കടലിലും മരുഭൂമിയിലും അത്ഭുതങ്ങൾ ചെയ്തെന്ന്. അവിടെയാണ് നമ്മൾ 36-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 7:36. അവൻ മിസ്രൈമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്തവരെ നടത്തി. എവിടെ ഇല്ലായ്മ വരുന്നു അവിടെ ഉണ്ടാക്കും. വെള്ളമില്ല, ഉടനെ പാറയിൽ നിന്ന് വെള്ളം.
മന്ന പെയ്യുന്നു. അതിൻ്റെ എല്ലാം കാരണം മോശയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ദൈവമാണ് ചെയ്തതെങ്കിലും ആ ഇല്ലായ്മകളെ മാറ്റാൻ ഒരുവനെ ദൈവം ഒരുക്കുകയാണ്. സമൃദ്ധിയുടെ ഭക്ഷണം, ദൂതന്മാരുടെ ഭക്ഷണം കഴിക്കുകയാണ്. പാറയിൽ നിന്ന് വെള്ളം കുടിക്കുന്ന അവരെ അനുഗമിച്ച പാറയെന്നാണ് പുതിയ നിയമത്തിൽ വായിക്കുന്നത്. അവർക്ക് ഭക്ഷിക്കാൻ ഇറച്ചി കടലിൽ നിന്ന് പറന്നു വരികയാണ് കാടപ്പക്ഷിയുടെ രൂപത്തിൽ. അവരുടെ മുമ്പിൽ മാറ, കയ്പ്, അതൊരു ശാപമാണ്. മോശ ഒരു വൃക്ഷത്തിന് കൊമ്പൊടിച്ചിട്ടപ്പോൾ അത് അനുഗ്രഹമാകുകയാണ്. മാറ മധുരമായി മാറി. അവർ വില്ലാളി വീരന്മാരായിരുന്നു. അവരെ തോൽപ്പിക്കാൻ ആർക്കും മരുഭൂമിയിൽ കഴിഞ്ഞില്ല. കൃഷി ചെയ്ത് മീനെ പിടിച്ച് അല്ലെങ്കിൽ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ച് ജീവിച്ച ആൾക്കാർക്ക് വെറും മന്ന മാത്രം കഴിച്ചവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന്. കാരണം ഇവർ കഴിച്ചിരുന്നത് ദൈവദൂതന്മാരുടെ ഭക്ഷണമായിരുന്നു. മോശ അവരെ നടത്തുകയാണ്. സ്വാതന്ത്ര്യം. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവർ നിറഞ്ഞു നിന്നു. അതുകൊണ്ട് അവർ ശക്തരായിരുന്നു. അവർ സമൃദ്ധിയുള്ളവരായിരുന്നു. മുട്ടുള്ളവർ ആരും അവരിലില്ലായിരുന്നു. അവരുടെ വസ്ത്രം പഴകുന്നില്ല. അവരുടെ ചെരുപ്പ് തേയുന്നില്ല. വസ്ത്രത്തിന് സ്വാതന്ത്ര്യമുണ്ടായി. ദ്രവത്വമില്ല. ദ്രവത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. ചെരുപ്പ് തേയുന്നില്ല. തേയ്മാനമെന്ന ശാപത്തിൽ നിന്ന് അത് പുറത്തു വന്നു. അവർക്ക് രോഗം വരുന്നില്ല. അവരിൽ ഒരു ബലഹീനനില്ല. ബലഹീനത എന്ന ശാപത്തിൽ നിന്ന് അവർ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഒരു വ്യക്തിയെ, ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ 80-ാമത്തെ വയസ്സിൽ ദൈവം ഉപയോഗിച്ചു. അടുത്ത 40 വർഷം ഉപയോഗിച്ചതിൻ്റെ ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും കർത്താവിൽ ബലപ്പെടണം, കർത്താവിൽ ശക്തിപ്പെടണം. നിങ്ങൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിലൂടെ പ്രാപിക്കണം. കർത്താവ് നമുക്ക് തന്ന സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അതുകൊണ്ട് നമ്മുടെ വീടുകളിലെ രോഗങ്ങളെ നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. നമ്മുടെ കുടുംബങ്ങളിലെ കലാപങ്ങൾ, വഴക്കുകൾ അനുവദിച്ചു കൊടുക്കരുത്. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ഇല്ലെങ്കിൽ ഉടനെ അതിനെ ശാസിക്കണം. വീട് സമാധാനം കൊണ്ട് നിറയണം, സന്തോഷം കൊണ്ട് നിറയണം, സൗഖ്യം കൊണ്ട് നിറയണം. ഉല്ലാസത്തിൻ്റെ, ജയത്തിൻ്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ടെന്ന് കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, സ്വർഗസ്ഥനായ പിതാവേ എന്ന് പഠിപ്പിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. രോഗമില്ല, രോഗിയില്ല, വേദനയില്ല, ബന്ധനമില്ല, ശാപമില്ല, ദാരിദ്ര്യമില്ല. സ്വർഗത്തിലെ പോലെ. സ്വർഗം എങ്ങനെയാണോ അതുപോലെ നമ്മുടെ വീടാകണമെന്ന്. സ്വർഗം എങ്ങനെയാണോ അങ്ങനെ നമ്മുടെ ജീവിതമാകണമെന്ന്. സ്വർഗത്തിൽ ചെന്നിട്ടല്ല സ്വർഗം ആരംഭിക്കുന്നത്. ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ, യേശുവിനെ സ്വീകരിക്കുന്ന അന്ന് മുതൽ നമ്മുടെ സ്വർഗം ആരംഭിക്കുകയാണ്. അതിനോട് യോജിക്കാത്തതിനെ എല്ലാം നമ്മൾ എതിർക്കണം. അതുകൊണ്ടാണ് പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർക്കണം. പാപത്തോട് എതിർക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ സൈഡ് എഫക്റ്റായ ശാപത്തോട്, രോഗത്തോട് എല്ലാം എതിർക്കണം. ബൈബിൾ പറയുന്നു, പാപത്തോട് നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ശാപത്തോട് എതിർക്കണം. ഇല്ല, ഞാൻ എൻ്റെ വീട്ടിൽ അനുവദിക്കില്ലെന്ന് പറയണം. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, വിശ്വസിക്കണം. ബലപ്പെടാനായിട്ട് കൂട്ടായ്മകളിൽ പോകണം. കൂട്ടായ്മകൾ മുടക്കരുത്. ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുന്ന, നമ്മെ ബലപ്പെടുത്താനാക്കിയിരിക്കുന്നത് വിശുദ്ധ കൂട്ടായ്മയാണ്. നിങ്ങൾ പോകുന്ന സഭയിൽ വിശ്വസ്തയോടെ പോകണം. നിങ്ങൾ പോകുന്ന സഭയിലെ ദൈവദാസന് നിങ്ങൾ വിധേയപ്പെട്ടിരിക്കണം. അവിടെയെല്ലാം നിങ്ങൾ ശക്തരാകുകയാണ്. നിങ്ങളുടെ സമയം വരുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കും. അതുകൊണ്ട് നിങ്ങളെ ആക്കിയ ഇടയന്മാർക്ക് വിധേയപ്പെട്ട് നിങ്ങൾ വിശ്വസ്തയോടെ ഇരിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ, വലിയ ഉയർച്ചകൾ, വലിയ നന്മകൾ നിങ്ങൾ കാണും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സ്വാതന്ത്ര്യം, ദൈവവചനത്തിൻ്റെ വലിയ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട ഓരോ കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ഉപകരണങ്ങളായി
കർത്താവിന് വേണ്ടി നിൽക്കാൻ ഇവരെ സഹായിക്കണം. ഞാൻ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കും. കൃപാവരങ്ങളാലും പരിശുദ്ധാത്മാവിൻ്റെ പുതിയ പുതിയ അനുഭവങ്ങളാലും അവർ നിറയട്ടെ. നേരിടുന്ന എല്ലാ രോഗങ്ങളും ഇവരെ വിട്ടുമാറട്ടെ. എല്ലാ ശാപങ്ങളും ഞാൻ അഴിച്ചു മാറ്റും. രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ദാരിദ്ര്യം, ഞെരുക്കങ്ങൾ ഇവരെ വിട്ടുമാറട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് യേശുവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ഗോഡ് ബ്ലെസ് യു.